സമാധാനം ഇനിയും അകലെ എന്ന വാർത്തകളാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. MC നാസർ കൂടി ചേരുകയാണ്. നാസർ, ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ, മറുഭാഗത്ത് ഒമാനെതിരെ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട്, ഇറാൻ എന്തായിരിക്കും നിലപാടെടുക്കുക? ബിനീഷ, ഹോർമസ് കടലിടുക്കിൽ ഏതെങ്കിലും രാജ്യത്തിനോ പ്രദേശങ്ങൾക്കോ ഒരു നിലക്കുള്ള നിയന്ത്രണവും തങ്ങൾ അനുവദിക്കുകയില്ല. അതിന് ഒമാനും മുതിരരുത് എന്ന പരോക്ഷമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയത്. അല്പം മുമ്പ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റും ഒമാനും വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു ചുങ്കം ഏർപ്പെടുത്താനുള്ള ഹോർമസ് സ്വതന്ത്ര കപ്പൽപാതയായി തന്നെ മുന്നോട്ട് പോകണമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും ഒരു ധാരണാപത്രം ഏറെക്കുറെ ഇരുകൂട്ടരും അംഗീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇനി ട്രംപ് ഏത് തീരുമാനം കൈക്കൊള്ളും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ വെടിനിർത്തൽ സമാധാന കരാർ യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലഭ്യമാവുക. ബിനീഷ, ഏതായാലും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ US-ന്റെ ഭാഗത്തുനിന്ന് ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നു. പക്ഷേ ഈ ധാരണാപത്രം സംബന്ധിച്ചൊരു കൃത്യമായ നിലപാടിലേക്ക് ഇറാൻ എത്തുന്നുണ്ടോ? ഇറാൻ അത് എത്രത്തോളം പോസിബിൾ ആയിട്ടാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ചർച്ചകൾ എങ്ങനെയാണ് ഇറാൻ നോക്കിക്കാണുന്നത്? ഇറാന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്, പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഹോർമസിനെ തങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പരമാധികാരത്തിലായിരിക്കും അതുണ്ടാവുക. ഒമാനുമായി ചേർന്ന് ഒരു ഏകോപന സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ആണവ വിഷയം പിന്നീട് ഒരു 2 മാസത്തെ ഈ വെടിനിർത്തൽ കരാർ രൂപപ്പെട്ടതിന് ശേഷം ചർച്ച ചെയ്യാമെന്നൊരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അടിക്കടിയുള്ള അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം അതൊരു നിരക്കും അനുവദിക്കുകയില്ല. അത് ശക്തമായി തന്നെ തങ്ങൾ ചെറുക്കും. ഇന്ന് ഗൾഫ് മേഖലയിൽ ഒരു അമേരിക്കൻ വ്യോമ കേന്ദ്രത്തിന് നേരെ തങ്ങൾ ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ ഇനിയും ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നത്. പക്ഷേ രണ്ടു കൂട്ടർക്കും ഇടയിൽ ഒരു സമവായം രൂപപ്പെടുത്താനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഈ രാത്രിയിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബിനീഷ, MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.